രാജാലും പൃഥ്വിരാജിന്റെ പണി അറിയാം. കൊള്ളൂല്ല. ഓരോ പ്രാവശ്യം ഗൂസ് ബംസ് ആയിരുന്നു. ലാല് വന്നാൽ പോലും മോളിവുഡിൽ ഇങ്ങനത്തെ ഒരു ഓടിഞ്ഞ് വരാൻ ചാൻസ് കുറവാണ്. ഇന്ത്യൻ സിനിമ ചരിത്രവും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇന്ത്യൻ ജെയിംസ് ബോണ്ടിന്റെ പടം മാതിരിയുണ്ട്. കുക്കിടാച്ച് പടിയുണ്ട്. ലാഗാണോ? ലേഖാണോന്ന് വെച്ചാൽ കഥക്ക് അതിന്റെ 1000 കോടിയല്ല അതിനായിട്ട് മുകളില് കാത്തിരുന്ന ഹൈപ്പിന് അത്രയുണ്ടോ? ഹൈപ്പ് ഉള്ളതുണ്ട്, സംഭവം ഉണ്ട്. ഇതിന് 3-ക്കുള്ളത് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ മോഹൻലാലായാലും പൃഥ്വിരാജിന്റെ പണി അറിയാം. അതിന്റെ അത് എടുത്തു വെച്ചാൽ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ പൊളിയായിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻസ് ആയാലും ഇത്രയും പൈസ മുടക്കിയതായിട്ട് നമുക്ക് തോന്നണമുണ്ട്. കാരണം അതിൻ്റെതായ റിച്ച്നെസ് ഉണ്ട് ഫീൽഡിൽ. പിന്നെ ക്യാമറ വർക്ക് ഒക്കെ അടിപൊളിയാണ്. BGM ആയാലും കൊള്ളാം. VFX ഒക്കെ കുറവാണ്, എല്ലാം റിയൽ ആണെന്ന് പറഞ്ഞാൽ എല്ലാം റിയല് തന്നെ. ഒരു സാധനവും ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തോന്നണില്ല. ഒരു ഫ്രെയിമിൽ എനിക്ക് ഇങ്ങനെ ഇതുമായിട്ട് തോന്നിയില്ല. കാരണം ആ ഹെലികോപ്റ്റർ വരെ എത്ര ഹെലികോപ്റ്ററാണ്, 3-4 എണ്ണം ഉണ്ട്. മലയാള സിനിമയിൽ തന്നെ 5 ഹെലികോപ്റ്റർ ഞാൻ ആദ്യമായിട്ടാണ് മലയാള സിനിമ ആയിട്ടാ. ഒരു ഹോളിവുഡ് ടച്ച് തന്നെയുണ്ട് സംഭവത്തിൽ. ഇംഗ്ലീഷിൽ മറ്റേ പുറത്തുള്ള 2-3 ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ നല്ല സൂപ്പറായിട്ടാണ് അവർ നമ്മുടെ സിനിമയെ കൊണ്ടുവന്ന് തന്നെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. വിഷ്വൽ ട്രീറ്റ് ആണ്, ഫുൾ വിഷ്വൽ ട്രീറ്റ് തന്നെ. ലൂസിഫറിനെക്കാട്ടിയും കില്ലാണോ? ഒന്നും പറയാനില്ല ബ്രോ, ഒന്നും പറയാനില്ല. ഇല്ല ഒന്നുമില്ല. ഹൈപ്പിനനുസരിച്ചുണ്ടോ പടം? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. കാത്തിരുന്ന ഹൈപ്പിന് അത്ര ഇല്ല. ഇത്രേ ഉള്ളൂ, ഒന്നുമില്ല. പരീക്ഷ പോട്ടെ. കൊള്ളൂല്ല. ഇഷ്ടപ്പെട്ടില്ല. ഹൈപ്പ് കൂടുതലാണ്. ഹൈപ്പിനനുസരിച്ച് ഇല്ലെന്നാണ് പറഞ്ഞത്. അടിപൊളി പടം. ഏറെക്കുറെ നല്ല തന്നെയായിരുന്നു. ലാലേട്ടന്റെ അഭിനയം സൂപ്പർ ഒന്നും പറയാനില്ലല്ലോ. ഒരു എന്താ പറയാ, ഭയങ്കര യങ് ആയ പോലെ തോന്നി. എല്ലാം കൊണ്ടും കുറെ ഇൻട്രോസ് പോലെ തോന്നി. അതായത് ഒരു പ്രാവശ്യം തന്നെ അല്ല, 1-2 പ്രാവശ്യം പുള്ളി വരുമ്പോൾ ഓരോ പ്രാവശ്യം ഗൂസ് ബംസ് ആയിരുന്നു. നല്ലതായിരുന്നു. ഒരു ഹോളിവുഡ് ലുക്കൊക്കെ മേക്കിംഗ് അങ്ങനെയൊക്കെ തന്നെ. ത്രില്ലിംഗ് ആണോ? ത്രില്ലിംഗ് ആണ്. ഒന്നും പറയാനില്ല. ഇത് ഇങ്ങനത്തെ ഒരു പടം ഇനി പൃഥ്വിരാജിന് L3 മാത്രമേ പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങമാതിരി പടം. ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ബിലാല് വന്നാൽ പോലും മോളിവുഡിൽ ഇങ്ങനത്തെ ഒരു ഓടിഞ്ഞ് വരാൻ ചാൻസ് കുറവാണ്. പിന്നെ സ്റ്റോറി ബിൽഡിംഗ് ആണ് ഫസ്റ്റ് ഹാഫിൽ മൊത്തം. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വെച്ചേക്കണതിൻ്റെ ഒരു ബാക്കിയുള്ള ഒരു കണ്ടിന്യൂഷനാണ് വന്നേക്കണത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസിയായിട്ട് വരുമ്പോൾ തേർഡ് പാർട്ട് ഇറങ്ങിയാലേ ഇത് ഫുള്ളി കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ മെയിൻ വില്ലൻ്റെ കാണിക്കണ ഇതാണെങ്കിലും ലാസ്റ്റേ വരുള്ളൂ. അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. ലൂസിഫറിനെക്കാട്ടിയും മികച്ചതായിട്ട് തോന്നുന്നു. ലൂസിഫറിനെക്കാട്ടിയും ചില ഭാഗങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ആദ്യത്തെ ഒരു 10-30 മിനിറ്റൊക്കെ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൂസിഫറിൽ അങ്ങനെ വേൾഡ് ബിൽഡിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല എനിക്ക് പേഴ്സണലി. പക്ഷേ ഈ പടത്തിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് വേൾഡ് ബിൽഡ് ചെയ്തെടുത്തേക്കണത്. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ആണെങ്കിലും ഈ എംബ്രാലത്തുള്ള പോർഷൻസ് ആണെങ്കിലും. അപ്പോൾ ഇപ്പോൾ ലൂസിഫറിലാണെങ്കിൽ ചില സ്ഥലത്ത് ലാഗ് തോന്നുന്നുണ്ടായി, ഡൗൺ ആകണ ഒരു എംബ്രാനിൽ വരുമ്പോൾ ചില സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണലി എടുത്തേക്കണ ഒരു പുറത്ത് എടുത്തേക്കണ ഷൂട്ട് ചെയ്തേക്കുന്ന ലൊക്കേഷൻസ് ആണെങ്കിലും കേരളത്തിൽ തന്നെ ഉള്ളതാണെങ്കിലും ചില സ്ഥലത്ത് ഡൗൺ ആകുന്നുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവർ ഹാർഡ് വർക്ക് ചെയ്തതിന് ഫുൾ ഓഫ് ചെയ്തതിന് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഓരോരോ ഷോട്ട് വൈസ് ആണെങ്കിലും പിന്നെ ആ സീൻ ഫുൾ ഓഫ് ചെയ്തേക്കണത് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ നല്ല ബഡ്ജറ്റിൻ്റെ അത് കാണുന്നുണ്ട് അടിപൊളിയായിട്ട്. പിന്നെ അതാണ് കാര്യം. ഇനിയിപ്പോൾ L3യുടെ പ്രത്യേക ഇൻ്റർവ്യൂവിൽ പറയണ്ടായി ഇത് പോസ്റ്റ് ക്രെഡിറ്റ്സിലും മറ്റു പേപ്പർ കട്ടിങ്സും കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ L3ൻ്റെ ടൈറ്റ് കാണിച്ചിട്ടുണ്ടായില്ല, ജസ്റ്റ് L3 എന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, അതാണ്. കണ്ടായിരുന്നോ? പൈസ പോകണല്ല ഇത് എന്ന് പറയണത്, പൈസയുടെ അല്ലല്ല നമ്മൾ നോക്കണത്. കാരണം ഇതിപ്പോൾ മോഹൻലാലിലൂടെ നിന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ പൈസ പോണേൻ്റെ അല്ല. ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും 2-3 വട്ടം കണ്ട ഒരു ഇതുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഹെയ്റ്റേഴ്സ് മാത്രമേ അറിയാമായിരിക്കുമല്ലോ, ഹെയ്റ്റേഴ്സ് മാത്രമേ ഇതിപ്പോൾ ഡൗൺ ആക്കി പറയുള്ളൂ. പിന്നെ സത്യം പറയുകയാണെങ്കിൽ നോമ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോ വരുമ്പോൾ തന്നെ ചിലപ്പോൾ അറിയാൻ പാടില്ല, നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല, വീട്ടുകാരുടെ ഒരു ഇതായതുകൊണ്ട്. എന്തായാലും ഇനിയും കാണും എന്തായാലും വന്നിട്ട്. അപ്പോൾ അതത്രേ ഉള്ളൂ. എന്തായാലും L3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെന്തായാലും ഒരു 3-4 കൊല്ലം പിടിക്കുമായിരിക്കും എന്തായാലും. പടം കണ്ടിരിക്കാൻ കുഴപ്പമില്ല, ഇഷ്ടപ്പെടും. ഇത് ഒരു ഇന്ത്യൻ സിനിമ ചരിത്രവും നമുക്ക് പറയാൻ പറ്റില്ല. പൃഥ്വിരാജ് നല്ല ഡയറക്ടറാണ്. ലാലേട്ടൻ്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. കൂടെ അഭിനയിച്ചവരെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലും നല്ല ബെറ്റർ സിനിമ ലൂസിഫർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്. സിനിമ കൊള്ളില്ലെന്ന് ഞാൻ പറയില്ല, നല്ല സിനിമയാണ്.
പക്ഷേ ഇതിലും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ലൂസിഫറാണ്. പടം ലാഗാണോ? പടം ലാഗാണോ? പടം നമ്മൾ ഉദ്ദേശിച്ച കണക്ക് അത്ര ഹൈപ്പുള്ള ഒരു സിനിമയല്ല. പക്ഷെ പടം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ മലയാളത്തിന് പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KGF, ബാഹുബലി പോലുള്ള ഒരു വമ്പൻ സിനിമയുടെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു പാൻ ഇന്ത്യ ലെവൽ സിനിമ ലെവലിലേക്ക് വരാൻ സാധ്യത കുറവാണ്. പിന്നെ പ്രേക്ഷകർ കണ്ട് അഭിപ്രായം പറയട്ടെ. കാരണം നമ്മളൊരു സിനിമ നശിപ്പിക്കാൻ ഞാനൊരിക്കലും റിവ്യൂ പറയില്ല. വലിയൊരു സിനിമ പട്ടികയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇന്ത്യൻ സിനിമയാണ് എങ്കിലും മലയാള സിനിമയിൽ വലിയൊരു സിനിമയാണെന്ന് പറയാം. മാസ് പടമാണ്. മാസും ക്ലാസ്സും ഒക്കെ കൂടി കലർന്ന ഒരു സിനിമയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൂസിഫറാണ്. മനസ്സിലായോ? എമ്പുരാനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ലൂസിഫറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്, കിടിലമാണ്. പക്ഷേ നമുക്കൊരു ഇന്ത്യൻ സിനിമ ചരിത്രത്തിലൊന്നും നമുക്ക് എഴുതി കൊള്ളിക്കാൻ പറ്റില്ല. അത്ര വലിയൊരു KGF പോലുള്ള ഒരു സിനിമ, കാന്താര പോലുള്ള സിനിമയായിട്ടൊന്നും നമുക്ക് അത്ര ലെവലിലേക്ക് വരില്ല. പിന്നെ പറഞ്ഞ പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ഇത് സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. പക്ഷേ നമ്മൾ അത്ര ഹൈപ്പില്ല, അത്ര ഹൈപ്പ് കൊടുക്കാൻ പറ്റില്ല. നല്ല സിനിമയാണ്. ഒരു ഇന്ത്യൻ ജെയിംസ് ബോണ്ടിന്റെ പടം മാതിരിയുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആണ്. ത്രില്ലിംഗ് ആണ്. ചെറിയ സ്റ്റോറി ഉണ്ട്, നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത്രയും കാത്തിരുന്ന ഹൈപ്പിന് വേണ്ടി ഉണ്ടോ പടം? അതുണ്ട്. ഇനി വീണ്ടും വരാനുണ്ട് അതിന്റെ ബാക്കി. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. കൊള്ളാം. ഓവറോൾ നല്ല പടം. കുക്കിടാച്ച് പടയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് അപ്പിയറൻസ് ആണ്. കാരണം പൃഥ്വിരാജ് നല്ല ഡയറക്ഷനാണ്. കാരണം ലൂസിഫർ പോലെയല്ല. കാരണം ഒരു ടോട്ടലി ഒരു ഹോളിവുഡ് പടം, ജെയിംസ് ബോണ്ട് പടം പോലെയാണ്. പിന്നെ പല ഗെറ്റപ്പാണ്, പല അപ്പിയറൻസാണ്, ഒരു ഡിഫറെൻറ്റ് പെർഫോമൻസാണ് കാഴ്ചവെച്ചേക്കണം ലാലേട്ട. അതായത് നമ്മൾ പറയുമല്ലോ കംപ്ലീറ്റ് ആക്ടർ എന്ന്, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ആക്ടർ തന്നെയാണ്. പിന്നെ ഹൈപ്പിന് വേണ്ടി ഉണ്ട്. ഒരു നല്ല സ്പിരിറ്റാണ് കണ്ടിരിക്കാൻ തന്നെ. നമ്മ ഇപ്പം ടോട്ടലി ഇപ്പം മലയാള പടത്തിൽ ഇങ്ങനത്തെ ഒരു പടം ഫസ്റ്റ് ടൈമാണ്. ടോട്ടലി ഡിഫറൻസ് ആണ്. കൂടുതൽ മലയാള പടം ആണെന്ന് നമ്മൾ സംശയിക്കും. ഹിറ്റാണ്. കാരണം എന്നറിയാമോ? കാരണം അവര് ഇപ്പം ആന്റണി പെരുമ്പാവൂർ വലിയ പറഞ്ഞ ഒരു ഡ്രീം പ്രോജക്റ്റ്, അതിൻ്റെ അപ്പുറമാണ്. I never expected this. I think normally like Lucifer അതിക്ക് മേലെ പോയി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നല്ല പടം, ഇഷ്ടപ്പെട്ടു. കുറച്ച് പോരായ്മകളുണ്ട്. ലാഗാണോ? ലാഗാണോന്ന് വെച്ചാൽ കഥക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു ലാഗ് ഉണ്ടാവുമല്ലോ. ആ ഒരു ലാഗ് ഉണ്ട്. അല്ലാതെ ഇൻട്രോ സീനൊക്കെ അടിപൊളിയായിരുന്നു. അതൊന്നും വേറെ പറയാനില്ല. ഇത്രയും കാത്തിരുന്ന ഹൈപ്പിന് വേണ്ടി മാത്രം. ഹൈപ്പിന് വേണ്ടിയിട്ട് ചില അവസാനത്തൊരു സ്പോയിലറാണ് പറയുന്നത്. സ്പോയിലറായി പോകാതെ പടം എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. എന്തെങ്കിലും പറയാം. പറയില്ല, പോയ നമ്മളെ എമ്പുരാൻ സിനിമ ലാലേട്ടൻ്റെ വരവ് സൂപ്പർ വരവാണ്. അതുപോലെ ടൊവിനോ, രാജുവേട്ടൻ, പിന്നെ ലൊക്കേഷൻ ഏരിയ, പുതിയ ഐറ്റംസാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മഞ്ജു ചേച്ചിൻ്റെ ആക്ടിങ് വരവെല്ലാം നല്ല വരവാണ് മഞ്ജു ചേച്ചിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ ഏരിയ, പിന്നെ അടീൻ്റെ ഫൈറ്റിംഗ് എല്ലാം സൂപ്പർ ഫൈറ്റിംഗ് ആണ്, ഒന്നും പറയാനില്ല. അതുപോലെ 1000 കോടിയെല്ലാം അതിനായിട്ട് മുകളിൽ കടക്കൊന്നും യാതൊരു സംശയമില്ല. സൂപ്പർ സിനിമയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ് എമ്പുരാൻ.